കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേവിയറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് മുഴുവനും നമ്മുടെ പ്ലേലിസ്റ്റിലെ കേവിയറ്റ് എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് മുഴുവനും കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 148A സബ്സെക്ഷൻ 3 എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതായത് ഒരു കേവിയറ്റ് നമ്മളൊരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടതിയുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ഈ 148A ക്ലോസ് 3 പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം പറയുന്നത് എന്നുള്ളത് ആദ്യം ഞാനൊന്ന് പറയാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആഫ്റ്റർ എ കേവിയറ്റ് ഹാസ് ബീൻ ലോഡ്ജ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 any application is filed in any suit or proceeding, the court shall serve a notice of the application on the caviator എന്നാണ് അതിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് എ മാൻഡേറ്ററി ഡിറക്റ്റീവ് ഓഫ് ദി പ്രൊവിഷൻ എന്നും പറയുന്നുണ്ട്. അതായത് നമ്മളൊരു കേവിയറ്റ് ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർ പാർട്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസ് സ്യൂട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊസീഡിങ്സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് എന്ത് വേണം, ഈ കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുള്ള ആളെ കോടതി നിർബന്ധമായും മാൻഡേറ്ററി ആയിട്ടും അറിയിച്ചിരിക്കണം എന്ന് കൃത്യമായി നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും ഈ ഭർത്താക്കന്മാർക്ക് എതിരെയായിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേവിയറ്റ് നിങ്ങൾ ഫയൽ ചെയ്യുക. അപ്പോൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് മീൻസ് എക്സ് പാർട്ടി ഓർഡർ പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് കോടതി അയച്ചിരിക്കും. അപ്പം നമുക്ക് കാര്യം മനസ്സിലാവും, നമ്മുടെ പേരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയും ഉടൻ തന്നെ നമുക്ക് കോടതിയെ സമീപിച്ച് അതിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നോക്കാം. അപ്പോൾ തീർക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റിനുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ കേസിലുണ്ടെങ്കിൽ കോടതി ഓട്ടോമാറ്റിക്കായിട്ടും അത് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതായത് അനാവശ്യമായിട്ടുള്ള എക്സ് പാർട്ടി ഓർഡേഴ്സ് മുഴുവനും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ പ്രൊസീഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കുവാനായിട്ട് പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സുപ്രീം കോടതിയിലെ കേസ് ലോസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.